പരിസ്ഥിതി, സാമ്പത്തിക മേഖല, നമ്മുടെ നാടിൻ്റെ ഇക്കോണമിക് എൻവയോൺമെൻറ്റ് ഫ്യൂച്ചർ, ഇത് സംബന്ധമായ ഒരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. 2 പ്രഗത്ഭരായ പാനലിസ്റ്റുകളാണ് ഈ വിഷയകമായി നമ്മളോട് സംവദിക്കുന്നത്. പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവ്, പ്രിയപ്പെട്ട ഡോക്ടർ അനൂപ് ദാസ്. രണ്ടുപേരും ഈ മേഖലയിലെ വളരെ വലിയ കോൺട്രിബ്യൂഷൻസ് നടത്തുന്ന, നിരന്തരമായി ഇടപെടുന്ന ഒരു വ്യക്തികളാണ്. മാനിഫെസ്റ്റോയിൽ ഏറ്റവും ആദ്യം ആരംഭിക്കുന്നത് തന്നെ പരിസ്ഥിതി എന്ന പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ആശയങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ്. അത് തന്നെ നമ്മുടെ സൊസൈറ്റിയൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കൂടിയാണ്. സെഷൻ ആരംഭിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ പരിസ്ഥിതി സംബന്ധമായ ചർച്ചകളിൽ എപ്പോഴും സജീവമായി നിൽക്കുന്ന ശബ്ദം, ഒരുപക്ഷെ നമ്മുടെ നാടറിയുന്ന ഒട്ടുമിക്ക പാരിസ്ഥിതിക മൂവ്മെൻറ്റുകളിലും മുന്നിൽ നിന്ന് ശബ്ദിക്കുന്ന ഒരു യുവ സാന്നിധ്യമാണ് പ്രിയപ്പെട്ട ഹരീഷ് വാസുദേവ സാറ്. അദ്ദേഹമാണ് നമുക്ക് ഈ വിഷയത്തിൽ ആദ്യം സംവദിക്കുന്നത്. പാനലിസ്റ്റുകൾ 7 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെയുള്ള സമയത്തിൽ അവരുടെ ഈ വിഷയകമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ആദ്യം നിങ്ങളുമായി പങ്കുവെക്കും. അതിനുശേഷം ഒരു അനുബന്ധ സംഭാഷണം നടത്തിയതിന് ശേഷം നിങ്ങളിലേക്ക് ചോദ്യങ്ങളും പങ്കുവെക്കലുകളിലുമായി നമ്മുടെ ഈ പാനൽ സെഷൻ മാറും. അത് 3 പൂർത്തിയാക്കി ഒരു കൺക്ലൂഷനോടുകൂടി നമ്മുടെ മാനിഫെസ്റ്റോയിലെ കീ ടേക്ക് അവേ പങ്കുവെച്ചുകൊണ്ട് പിരിയും. ഇതാണ് ഇതിൻ്റെ ക്രമം. ആദ്യമായി നമ്മളോട് സംവദിക്കുന്നതിന് വേണ്ടി ഇത്തരം വേദികളിലെ നിറഞ്ഞ സാന്നിധ്യം, നേരത്തെ ഇവിടെ പ്രിയപ്പെട്ട ഫിറോസ് സൂചിപ്പിക്കുകയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഇതുപോലെയുള്ള ഒരു മനോരമയിലെ ഒരു ഡിസ്കഷനിലെ ഒരു ആശയപ്രകാശനമാണ് ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സോളാർ ഫ്രണ്ട്ലി ആയ, സോളാറിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു എയർപോർട്ട് എന്ന ആശയം കൊച്ചിയിൽ രൂപപ്പെടുന്നത് പ്രിയപ്പെട്ട ഹരീഷ് വാസുദേവ് ഒരു മീറ്റിങ്ങിൽ ഷെയർ ചെയ്ത ആശയത്തിൽ നിന്നാണ്. അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാവുന്ന നിരവധി ആശയങ്ങൾ, കീർത്തിമുദ്ര അവാർഡ് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ കോൺട്രിബ്യൂഷന് ഒരുപാട് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെ നിങ്ങളുമായി സംവദിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നല്ല വാക്കുകൾക്ക് വളരെ നന്ദി. ഈ ക്ഷണത്തിന് നന്ദി. യൂത്ത് കോൺക്ലേവിൽ പങ്കെടുക്കാനായി ഫിറോസ് ഖാൻ എന്നെ വിളിക്കുമ്പോൾ വലിയ സന്തോഷം തോന്നിയത്, സാധാരണയായി മാനിഫെസ്റ്റോ പ്രിപ്പറേഷൻ കക്ഷി രാഷ്ട്രീയ പാർട്ടികളുടെ മാത്രം ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്നൊരു സംഭവമാണ്. കേരളത്തിൻ്റെ വികസനം ചർച്ച ചെയ്യുന്ന സമയത്ത്, യുവാക്കളുടെ അതിനകത്തുള്ള പ്രാതിനിധ്യം ചർച്ച ചെയ്യുന്ന സമയത്ത് പരിസ്ഥിതി പോലെയുള്ള, സുസ്ഥിര വികസനം പോലെയുള്ള വിഷയങ്ങൾക്കൊരു അവസരം കിട്ടുന്നു എന്ന് പറയുന്നത് വളരെ വലിയൊരു മാറ്റമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ മാറ്റത്തെ, അതിന് യൂത്ത് ലീഗ് പോലെയുള്ളൊരു സംഘടന മുൻകൈ എടുക്കുന്നതിൽ എൻ്റെ വ്യക്തിപരമായ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ന്യൂനപക്ഷ രാഷ്ട്രീയം അല്ലെങ്കിൽ മാർജിനലൈസ് ചെയ്യപ്പെടുന്ന മനുഷ്യരുടെ അവകാശത്തിന് വേണ്ടി പോരാടുന്ന സംഘടന എന്ന നിലയ്ക്ക് അതിനേക്കാൾ മാർജിനലൈസ്ഡ് ആയിട്ടൊരു വിഭാഗത്തെയാണ് ഞാൻ പിന്തുണയ്ക്കുന്നത് എന്ന് ഞാൻ യൂത്ത് ലീഗിനോട് പറയുന്നു. കാരണം മനുഷ്യർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്ത്, മനുഷ്യരുടെ അവകാശങ്ങളും മനുഷ്യരുടെ ആക്രോശങ്ങളും മാത്രം കേൾപ്പിക്കാൻ കഴിയുന്ന ഒരു ലോകത്ത് മറ്റ് ജീവജാലങ്ങൾക്കും അതിന് ഇടമുണ്ട് എന്ന് മനുഷ്യരുടെ താല്പര്യങ്ങളോട് എതിർത്ത് നിന്നുകൊണ്ട് സംസാരിക്കേണ്ടി വരുന്ന ആളുകളാണ് പലപ്പോഴും പരിസ്ഥിതി പ്രവർത്തകർ. അതുകൊണ്ട് തന്നെ അതൊരു വികസന വിരുദ്ധമായി കാണാറുണ്ട് പലപ്പോഴും. പക്ഷേ പരിസ്ഥിതി രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന, പ്രവർത്തകരെ മാറ്റി നിർത്തിയാൽ പരിസ്ഥിതിയുടെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന വികസന താല്പര്യവും വികസന അജണ്ടകളും വികസന ആശയങ്ങളുമുണ്ട്. അതിൽ ഒന്നാണ് ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട സോളാറിൽ മാത്രം ഓടുന്ന ഒരു എയർപോർട്ട് എന്ന് പറയുന്നത്. അത്തരം സുസ്ഥിരമായ വികസന മാതൃകകളെ നമുക്ക് എത്രമാത്രം പുഷ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് കേരളത്തിൻ്റെ സാധ്യതകളെ പറ്റിയാണ്. കേരളത്തിലിരുന്ന് യുവാക്കൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് കേരളത്തിൻ്റെ മാത്രം വികസനമല്ല, ഇന്ത്യയുടെ വികസനത്തിന് കേരളത്തിലെ ഡെവലപ്മെൻ്റൽ മാനിഫെസ്റ്റോ തയ്യാറാക്കുമ്പോൾ പരിസ്ഥിതിക്ക് എങ്ങനെ, സുസ്ഥിര വികസനത്തിന് എങ്ങനെ ഈ എക്കണോമിക് പേഴ്സ്പെക്റ്റീവിൽ ഇടം നൽകാൻ കഴിയുമെന്നുള്ളതാണ്. ഒന്ന്, ലോകമെമ്പാടും വികസനത്തെപ്പറ്റി മാറിയ ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുന്ന കാലമാണ്. സുസ്ഥിരമായ വികസനം എന്ന് പറയുമ്പോൾ നേരത്തെ ആളുകൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. 2018 ഫ്ലഡിന് ശേഷം ആളുകൾക്ക് ഇത് ഏകദേശം നേരിട്ട് മനസ്സിലാവുന്നൊരു സ്ഥിതിയുണ്ട്. കേവലം 5 ദിവസം മഴ തുടർച്ചയായി പെയ്താൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന 10-15 വർഷക്കാലത്തെ മുഴുവൻ വികസനങ്ങളും, ഏതാണ്ട് 30,000 കോടി രൂപയുടെ നാശനഷ്ടം നമ്മുടെ പൊതുഖജനാവിന് ഉണ്ടാക്കാൻ കഴിയുന്ന, അതാണ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ളത് കേരളത്തിൽ മനസ്സിലായി. അത് 100 വർഷത്തിനിടയിൽ സംഭവിക്കുന്നൊരു കാര്യമല്ല. അത് അടുത്ത വർഷമോ അതിൻ്റെ അടുത്ത വർഷമോ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന തരത്തിലാണ് നമ്മുടെ ക്ലൈമറ്റ് മാറി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ
ക്ലൈമറ്റ് റെസിലിയൻ്റ് ആയിട്ടുള്ള ഒരു വികസനത്തിന് മാത്രമേ ലോകത്ത് സാധ്യതയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുകയും അതിനനുസരിച്ച് നമ്മുടെ ലാൻഡ് ഡെവലപ്മെൻറ്റിനെ, നമ്മുടെ ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സിനെ ഒക്കെ നമ്മൾ റീഡിസൈൻ ചെയ്യുകയും വേണം എന്നുള്ളതാണ്. അതിൽ ഭാവി വികസനം എന്ന് പറയുന്നത് പരിസ്ഥിതിക്ക് അനുഗുണമാവുന്ന രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ, ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ നാശനഷ്ടത്തിൻ്റെ അളവ് വളരെയേറെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ റോഡുകളുടെ ഡിസൈൻ, നമ്മളുടെ വീടുകളുടെ ഡിസൈൻ, നമ്മുടെ നഗരങ്ങളുടെ ഡിസൈൻ ഒക്കെ ഈ അതിവർഷത്തെയും കാലാവസ്ഥാ മാറ്റത്തെയും ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു ഡിസൈനാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് ശേഷം ഉണ്ടാവുന്ന ഡാമേജിന് നമ്മൾ കൊടുക്കുന്ന ഡാമേജ് കൺട്രോളിൻ്റെ എഫർട്ട് നമുക്ക് കുറയ്ക്കാൻ കഴിയും. അപ്പോൾ 80% അർബനൈസേഷൻ നടപ്പാകുമെന്ന് കണക്കാക്കപ്പെടുന്നത് 2030-35 ഏതാണ്ട് 60%, 2050 ഏതാണ്ട് 80% അർബനൈസേഷൻ നടക്കുമെന്ന് കണക്കാക്കപ്പെടുന്ന ഒരു ഇടമാണ് കേരളം. ഇന്ത്യയിലെ മറ്റ് ഒരു സംസ്ഥാനത്തും അങ്ങനെ ഒരു വെല്ലുവിളിയില്ല. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒറ്റ നഗരമായി മാറാൻ പോവുകയാണ്. അങ്ങനെ ഒരു കണക്ടിവിറ്റി നമുക്കുണ്ട്. അങ്ങനെ ഒരു അർബനൈസേഷനിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ലാൻഡിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കണം? കേരളം ഏറ്റവും കൂടുതൽ വലിയ വെല്ലുവിളിയുള്ളത് ഏറ്റവും കുറഞ്ഞ ലാൻഡും കൂടിയ ജനസംഖ്യയുമാണ്. അപ്പോൾ കിട്ടുന്ന ലാൻഡിനെ നമ്മൾ എങ്ങനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതെന്നാണ് നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി. ഇവിടെ നമ്മുടെ സാധ്യത എന്ന് പറയുന്നത്, ഒന്ന്, ഹിമാലയത്തേക്കാൾ പ്രായമുള്ള ഒരു വെസ്റ്റേൺ ഗാട്സ് നമുക്കുണ്ട്. നമ്മൾ വെസ്റ്റേൺ ഗാട്സിനെ വേണ്ട വിധം നമ്മുടെ വികസനത്തിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അമേരിക്കയിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ ഒക്കെ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം എവല്യൂഷണറി ബേസുള്ള പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത വിധമുള്ള എവല്യൂഷനെ പറ്റിയുള്ള പഠനങ്ങൾക്ക് സാധ്യതയുള്ളൊരു പ്രദേശത്ത് ആ ലെവലിലുള്ള ഒരു ഹൈ എൻഡ് ടൂറിസത്തിനുള്ള സാധ്യത, അതായത് നമുക്ക് 2 ചോയ്സ് ഉണ്ട്. നമുക്ക് വെസ്റ്റേൺ ഗാട്സിലേക്ക് വേണമെങ്കിൽ നമുക്കെല്ലാവർക്കും കൂടി ഇവിടുന്ന് ഇടനാടുകളിൽ നിന്ന് ദിവസവും എല്ലാ ശനിയാഴ്ചയും കാറെടുത്ത് മുകളിൽ പോയി അത്തരം സ്ഥലങ്ങൾ, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് എൻജോയ് ചെയ്ത് തിരിച്ചു വരുന്ന പോലെ സംഗതി ഉണ്ടാക്കാം. ഹൈ എൻഡ് ടൂറിസം എന്ന് പറയുന്നത്, സിൽവർ ടൂറിസം എന്ന് ലോകത്തറിയപ്പെടുന്ന, ഒരു ദിവസം ശരാശരി 2 ലക്ഷവും 3 ലക്ഷവും രൂപ ചിലവാക്കി നടക്കുന്ന ട്രെയിൽസ്, വാക്കിംഗ് ട്രെയിൽസ് വഴി പലതരം പുതിയ അനുഭവങ്ങൾ പങ്കുവെക്കാനും ശാസ്ത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും. ശാസ്ത്രം നമ്മൾ പറയുമ്പോൾ മനുഷ്യ വംശത്തെ പറ്റിയുള്ള പഠനങ്ങൾ, എങ്ങനെയാണ് ഈ മറ്റ് പല ജീവികളും ഇത്തരം സംഗതികളെ അതിജീവിച്ചതെന്നുള്ള പഠനങ്ങൾ, ഇത്തരം പഠനങ്ങളെ ബേസ് ചെയ്തിട്ട് പഠിക്കാനുള്ള ഏറ്റവും നല്ലൊരു പ്രദേശം കൂടിയാണ് വെസ്റ്റേൺ ഗാട്സ്. അപ്പോൾ അത്തരം നമ്മൾ കണ്ടെത്തിയിട്ടില്ലാത്ത ജൈവ വൈവിധ്യത്തെ പറ്റിയുള്ള പഠനങ്ങൾക്ക് ആഗോളതലത്തിൽ തന്നെ വലിയ മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റിനെ നമ്മൾ ഒട്ടും അതിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലോ വ്യവസായത്തിൻ്റെ മേഖലയിലോ നമ്മൾ അത്തരം പൊട്ടൻഷ്യൽസ്, ടൂറിസം മേഖലയിലും അത്തരം പൊട്ടൻഷ്യൽസ് കൈവരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വെസ്റ്റേൺ ഗാട്സിൻ്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആഗോളതലത്തിൽ അതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലൂടെ ഒരു പോംവഴി. 2, ഈ വികസനത്തിൻ്റെ കാര്യത്തിൽ ദുരന്തമുണ്ടായതിന് ശേഷം കരയുക എന്ന് പറയുന്നത് അത് മാറിയിട്ട് ദുരന്തമില്ലാത്ത എങ്ങനെ സമൂഹം കെട്ടിപ്പടുക്കാമെന്ന് ആലോചിക്കുന്നത് പോലെയാണ് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും. ലോകമെമ്പാടും ആരോഗ്യം, രോഗമുണ്ടായതിന് ശേഷമുള്ള ചികിത്സ എന്നതിൽ നിന്ന് രോഗത്തെ പ്രതിരോധിക്കുന്നതിൽ പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് വളർന്നു കഴിഞ്ഞു. 12 ട്രില്യണാണ് ലോകത്തെ ന്യൂട്രീഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഭക്ഷണത്തിൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പരിസ്ഥിതിയെപ്പറ്റി അറിയുമ്പോൾ, ദീർഘമായി സംസാരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാം, പരിസ്ഥിതിയെപ്പറ്റി അറിയുമ്പോൾ നമ്മുടെ ശരീരത്ത് എന്തൊക്കെ ന്യൂട്രിയൻസ് ആണ് കുറയുന്നത് എന്ന് കണ്ടെത്തി അത് നമുക്ക് കിട്ടാനുള്ള ഏക സാധ്യത, മണ്ണിലാണ് ന്യൂട്രിയൻസ് ഉള്ളത്. മണ്ണിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന് ഈ ന്യൂട്രിയൻസിനെ നമ്മുടെ ശരീരത്തിൽ എത്തിക്കാനുള്ള, നമ്മുടെ ശരീരം ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ഒരു പ്ലാന്റിലൂടെയോ ഒരു അനിമൽ ഫാറ്റിലൂടെയോ കടത്തിവിടുക എന്നുള്ളതാണ്. ഈ 2 ചോയ്സാണ് നമ്മുടെ ശരീരത്തിൽ എത്താൻ ഇതിന് സാധ്യതയുള്ളത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരു പറമ്പും ഒരു മഴക്കാലം വെറുതെ ഇട്ടാൽ നമുക്ക് കാട് പിടിക്കാത്തതായി കാണാൻ കഴിയില്ല. അത്രയേറെ മഴ ലഭിക്കുന്ന, അത്രയേറെ മിനറൽ റിച്ച് ആയിട്ടുള്ള മണ്ണാണ് കേരളത്തിൻ്റേത്. കേരളത്തിലെ ഓരോ ചെടിക്കും $1 മില്യൺ വ്യവസായത്തെ പറ്റിയുള്ള കഥ നമ്മളോട് പറയാനുണ്ട്. അത് അൺഹേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺടാപ്ഡ് ആയിട്ടുള്ളൊരു പൊട്ടൻഷ്യലാണ്. എനിക്ക് തോന്നുന്നു അനൂപിന് അതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറ്റുമായിരിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏതാണ്ട് 80-90 ലക്ഷം ആക്റ്റീവായിട്ടുള്ള ഇത്തരം മൊബൈൽ ഫോണുകളുള്ള, അല്ലെങ്കിൽ 2 കോടിയിലധികം ആളുകൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരു പ്രദേശത്ത് ഒരു ചെടിയെ പറ്റിയുള്ള ഒരറിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രദേശത്ത് ഈ ചെടി ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ നമ്മൾ വെറുതെ ഈ ഗൂഗിൾ ലെൻസുമായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഈ ചെടികളുടെ സാധ്യതകൾ, ആരോഗ്യ മേഖലയിലെ സാധ്യതകൾ, അതിൽ നിന്നുള്ള പ്ലാന്റ് എക്സ്ട്രാക്റ്റ് വിഭജിച്ചിട്ട് അത് ഡെവലപ്പ് ചെയ്യുന്ന സാധ്യതകൾ പരിശോധിച്ചാൽ നമ്മൾ വെട്ടിക്കളയുന്ന പല ചെടികളും അന്താരാഷ്ട്ര മാർക്കറ്റിലെ ഈ ന്യൂട്രീഷൻ
ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലേക്ക് കോടിക്കണക്കിന് രൂപ സംഭാവന ചെയ്യാൻ കഴിയുന്ന സാധ്യതകളാണ് തിരിച്ചറിഞ്ഞാലാണ് നമ്മൾ ഈ വെറുതെ തരിച്ചു കിടക്കുന്ന, അല്ലെങ്കിൽ ആളുകൾ റബ്ബർ കൾട്ടിവേറ്റ് ചെയ്ത് നാമമാത്രമായിട്ടുള്ള ലാഭത്തിന് വേണ്ടി ചിലവാക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് ഈ ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയിട്ടുള്ള ഒരു പ്ലാന്റേഷൻ കൺസെപ്റ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അത് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്, മലയാളികൾ ചെറുപ്പക്കാർ ലക്ഷ്യം വെക്കേണ്ടത് കേവലമായിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള താല്പര്യങ്ങളല്ല, മറിച്ച് ഇൻ്റർനാഷണലി എങ്ങനെയാണ് നമ്മുടെ മനുഷ്യരുടെ ഭക്ഷണം രൂപപ്പെടുന്നത്, ഇൻ്റർനാഷണലി എങ്ങനെയാണ് മനുഷ്യരുടെ ആരോഗ്യത്തെ പറ്റിയുള്ള കൺസെപ്റ്റ് രൂപപ്പെടുന്നത്, അതിന് സപ്ലൈ ചെയ്യാൻ മാത്രമുള്ള ഒരു പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു നാടായി, ഒരു പ്രദേശമായി കർണാടകയും കേരളവും ഉൾപ്പെടുന്ന പശ്ചിമഘട്ടത്തിൻ്റെ ഈ ചരിവിനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ, നമുക്ക് കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു കൃഷി രീതിയും കൂടി സാധ്യമാക്കാൻ കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പം മനസ്സിലുള്ളൊരു മൈൻഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കൃഷി എന്ന് പറഞ്ഞാൽ കൃഷി ഓഫീസിൽ പോയി കുറച്ച് പൈസ കിട്ടി, അത് അടുത്ത പ്രാവശ്യം അതിൻ്റെ വിളവ് വിറ്റ് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് മാറി ലോകം എങ്ങനെയാണ് കൃഷിയെ കണക്കാക്കുന്നത് എന്ന് കണക്കാക്കി ചെയ്താൽ ഇവിടുന്ന് പകുതി ചെറുപ്പക്കാരെങ്കിലും പുറത്തേക്ക് പോകുന്നതിന് പകരം കേരളത്തിൽ തന്നെ പുതിയ വ്യവസായങ്ങൾ തുടങ്ങാനുള്ള, ആ വ്യവസായത്തെ പറ്റി കൂടിയുള്ള നമ്മുടെ ഒരു ഷെല്ല് പൊട്ടിച്ച് കളയുന്ന തരത്തിലുള്ളൊരു റീതിങ്കിങ് കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് അമേരിക്കയുടെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിന് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സ്പോർട്ട് കേരളത്തിൽ നിന്ന് കൊണ്ടുവരാൻ സാധിക്കും. അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈ പരിസ്ഥിതിയാണ്, ഈ പ്രകൃതിയാണ്. നമ്മൾ ഇതിനെ നശിപ്പിക്കുന്നത്, ഇതാണ് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇതാണ് ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. പാലവും റോഡും പോലെ നമ്മുടെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ മണ്ണാണ്. ഈ മണ്ണ് ഇത്തരം ആക്ടിവിറ്റീസിന് നാളെ ഉപയോഗിക്കണമെങ്കിൽ, അങ്ങനെ ഒരു സാധ്യത അവിടെ ബാക്കി നിൽക്കണമെങ്കിൽ, പെസ്റ്റിസൈഡ്സ് പോലെയുള്ള കെമിക്കൽ പൊല്യൂഷൻ പോലെയുള്ള സംഗതികൾ ഈ മണ്ണിൽ, ഈ വെള്ളത്തിൽ വരാതിരിക്കണം. അത് വരുന്നതോടുകൂടി വലിയൊരു ഏരിയയിലുള്ള ഇത്തരം സാധ്യതകളാണ് ഇല്ലാതാവുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ഒരു ഇൻഡസ്ട്രിയൽ വേസ്റ്റോ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ തേയിലത്തോട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന മാരകമായിട്ടുള്ള കീടനാശിനിയോ വരുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിക്ക് അത്ര വലിയ ആഘാതമാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, വയനാട്ടിൽ നിന്ന് എത്ര പേരുണ്ട് ഇവിടെ? ഓക്കെ, താങ്ക് യു. യൂറോപ്യൻ യൂണിയൻ്റെ കഴിഞ്ഞ ടെസ്റ്റ് റിസൾട്ടിനകത്ത്, കോഫി ടെസ്റ്റ് റിസൾട്ടിനകത്ത്, കോഫി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലോകത്തെ ഏറ്റവും നല്ല കാപ്പിയായി തിരഞ്ഞെടുത്ത 10 കാപ്പികളിലൊന്ന് വയനാടൻ കാപ്പിയാണ്. എത്ര കോടി രൂപയുടെ ഇൻഡസ്ട്രിയാണ് എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം യൂറോപ്പിൽ നിന്ന് വന്ന ഒരു വൈസ് ചാൻസലറോട്, അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 0 കൊണ്ട് എണ്ണാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. കേരളം ഇപ്പോഴത്തെ കോഫി മാർക്കറ്റിൻ്റെ ഏതാണ്ട് 170 ഇരട്ടിയാണ് അദ്ദേഹം കേരളത്തിലെ കോഫിയുടെ മാർക്കറ്റിനെ പറ്റി പറയുന്നത്. വയനാട്ടിലെ പാൽ കർഷകർ എന്ന് പറഞ്ഞാൽ ക്ഷീര കർഷകർ, അവരിപ്പോൾ വയനാട്ടിൽ കൊടുക്കുന്ന മിൽക്ക് പ്രോസസ്സ് ചെയ്ത് യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന സാധ്യതകളെ പറ്റി അവർ ഇപ്പോൾ അത് മനസ്സിലാക്കി അതിന് വേണ്ട ശ്രമങ്ങൾ എടുക്കുകയാണ്. കാരണം ഇതിനകത്തെല്ലാം 1% കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ അത് റിജക്റ്റ് ചെയ്യപ്പെടും. അപ്പം നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ കണ്ടാമിനേഷൻ ഇല്ലാത്ത വെള്ളവും മണ്ണും ഉണ്ടാക്കുകയും അതിനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ പൊട്ടൻഷ്യലിലേക്ക് നമ്മൾ വളരുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കൺവെൻഷനായുള്ള തോട്ട് പ്രോസസ്സുകളിൽ നിന്ന് പുറത്തു ചാടി ഈ ആഗോള സാധ്യതകൾ പരിശോധിക്കാനുള്ള AI ടൂൾസ് നമുക്കുണ്ട്, ഇൻഫർമേഷൻ നമുക്കുണ്ട്. നമ്മളെ ഇവിടെ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചു, ഇവിടെ വന്ന ആളുകൾ ഇനിയൊരു ലെജിസ്ലേച്ചർ നിലവാരത്തിലേക്ക് ഉയരണം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പറയാനുള്ളത് അതാണ്, ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത്, നമ്മളുടെ ഓരോരുത്തരുടെയും ലേണിംഗ് പ്രോസസ്സ് പോലെ തന്നെ ഒരു ഡീ ലേണിംഗ് പ്രോസസ്സും വേണം. നമ്മൾ പഠിച്ച സംഗതികളിലുള്ള തെറ്റുകൾ തിരുത്തുകയും നമ്മുടെ കൺസെപ്റ്റുകളെ വീണ്ടും റീകൺസെപ്ച്വലൈസ് ചെയ്യുകയും നമ്മുടെ ഈ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുകയും ചെയ്താൽ തീർച്ചയായിട്ടും കേരളത്തിന് വലിയ സാധ്യതയുണ്ട്. അവസാനത്തെ ഒരു പോയിൻ്റ് കൂടി പറയാൻ എനിക്കൊന്ന് സമയം കഴിഞ്ഞു. പ്ലാനിങ്ങിൽ ചെറുപ്പക്കാരുടെ പാർട്ടിസിപ്പേഷൻ വളരെ അത്യാവശ്യമാണ്. കേരളത്തിൻ്റെ ലാൻഡ് വളരെ കുറവാണ്. ഇതെങ്ങനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ലാൻഡുകളിൽ, സ്ലോപ്പുകളിൽ നമുക്ക് ഇനി ലാൻഡ് സ്ലൈഡ് സസെപ്റ്റബിൾ ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ അത്തരം സാധ്യതകൾ കുറയ്ക്കണം, ഇടപെടലുകൾ കുറയ്ക്കണം. അതല്ലാത്ത ഇടനാടുകളിൽ നമുക്ക് അത്തരം സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ കഴിയും. തീരദേശം വലിയ തോതിലുള്ള കടലാക്രമണം നേരിടുകയാണ്. അവിടെ എങ്ങനെയാണ് ആ ലാൻഡിനെ നമ്മൾ ഉപയോഗിക്കേണ്ടത്? എങ്ങനെയാണ് മനുഷ്യരെ സെറ്റിൽ ചെയ്യിക്കേണ്ടത് കേരളത്തിൽ? കാരണം എറണാകുളത്തെ ബേസ് ചെയ്തിട്ടും കോഴിക്കോട് ബേസ് ചെയ്തിട്ടും ആളുകളുടെ അർബനൈസേഷൻ കൂടി വരുന്ന ഒരു കാലത്ത് ഈ ലാൻഡ് റീമാനേജ്മെൻറ്റിൽ ഓരോ ജില്ലകളിലെയും പ്ലാനിങ്ങിൽ, ജില്ലാ ഡെവലപ്മെൻറ്റ് പ്ലാനുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. നമ്മൾ ജില്ലാ ഡെവലപ്മെൻറ്റ് പ്ലാനുകൾ എടുത്തു വെച്ച് പഠിക്കണം. ആ ജില്ലയിലുള്ള പ്രദേശങ്ങൾ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അവിടെ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളുണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അവിടെ തുടങ്ങാൻ സാധ്യതയുള്ള ടൂറിസം സാധ്യതകൾ, ഇത്തരം പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള അഗ്രോ എക്കണോമിക് സാധ്യതകൾ, ഇതിനെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആക്കി അല്ലാതെ കേരളത്തിൽ നിന്ന് ഒരു കാരണവശാലും റോ മെറ്റീരിയൽസ് കൊടുക്കില്ല എന്ന് തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും വലിയ സാധ്യതയാണ് കേരളത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷണത്തുള്ളത്. അതുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് ഏതെങ്കിലും പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കലോ അത്തരത്തിലുള്ള സംഗതിയല്ല. ഈ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ
നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കണം നമ്മുടെ അടുത്ത ഡെവലപ്മെൻറ്റൽ കൺസെപ്റ്റ്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഭാവി കേരളത്തിലെ ചെറുപ്പക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഇവിടെ സൃഷ്ടിക്കാൻ, ഒരു ബ്ലൂ ഗ്രീൻ എക്കോണമി എന്നാണ് വേൾഡ് ലെവലിൽ അത് അറിയപ്പെടുന്നത്. അതിനുള്ള സാധ്യത ഇവിടെയുണ്ട്. 40% ഡെഫിസിറ്റ് 40% ഡെഫിസിറ്റാണ് കുടിവെള്ളത്തിന് 2030 വേൾഡ് ബാങ്ക് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ആകെ ലഭ്യമായതിൻ്റെ 40% ലഭ്യത കുറവായിരിക്കും. കേരളത്തിൻ്റെ 3000 മില്ലിമീറ്റർ മഴ ഓരോ വർഷവും ഒഴുകി അറബിക്കടലിൽ പോവുകയാണ്. ഇത് പണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒന്നാം ജിമ്മിൽ പറഞ്ഞപ്പോൾ കുറേ ആളുകൾ വെള്ളം കച്ചവടം ചെയ്യാൻ പോവാണ് എന്ന് പറയുകയുണ്ടായി. സത്യത്തിൽ ഓടുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്തി ശുദ്ധീകരിച്ച് കേരളത്തിൽ ഇനി റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഇല്ലാത്ത ഒരു കെട്ടിടവും കേരളത്തിൽ വരില്ല, കേരളത്തിൽ ഇനി സോളാർ പാനൽ ഇല്ലാത്ത ഒരു കെട്ടിടവും കേരളത്തിൽ വരില്ല എന്ന് തീരുമാനിച്ചാൽ ഒരു ബ്ലൂ ഗ്രീൻ ഇക്കോണമിയിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അതിനുള്ളൊരു ഇച്ഛാശക്തി ഉണ്ടാവട്ടെ. അത്തരം ചർച്ചകൾക്ക് വഴിവെക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. കൃത്യസമയത്ത് നമ്മുടെ പാരിസ്ഥിതികമായ വളരെ ഗഹനമായൊരാശയമാണ് അദ്ദേഹം ഇവിടെ പങ്കുവച്ചിട്ടുള്ളത്. സുസ്ഥിര വികസനത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണം, നമ്മുടെ ജൈവ വൈവിധ്യത്തെ പ്രയോജനപ്പെടുത്തണം, മണ്ണും വിഭവങ്ങളും മലിനമാക്കാതെ എങ്ങനെ കാർഷിക സംസ്കാരത്തെ കെട്ടിപ്പടുക്കണമെന്ന് ആലോചിക്കണം. നമ്മൾ കേവല വിഭവങ്ങളിൽ ഒതുങ്ങാതെ അതിൻ്റെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സുകളിലേക്ക് മാർക്കറ്റ് വളരണം. നമ്മുടെ രാജ്യം ഒരു ബ്ലൂ ഗ്രീൻ എക്കോണമിയിലേക്ക് ചിന്തിച്ചു തുടങ്ങണം. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ പാരിസ്ഥിതികമായ കാലാവസ്ഥാ സംബന്ധമായ ആശയങ്ങളോടും അതിൻ്റെ റിയാലിറ്റിയോടും ചേർന്നുകൊണ്ടായിരിക്കണം രൂപകൽപ്പന ചെയ്യപ്പെടേണ്ടത്. പുതിയ കാലത്തിനനുസരിച്ച് നമ്മുടെ നാടിൻ്റെ പാരിസ്ഥിതിക ബോധത്തെ കൂടുതൽ സക്രിയമായി പ്രയോജനപ്പെടുത്തണം തുടങ്ങി വളരെ ഗഹനമായ ഒരു ആശയം കൊണ്ടാണ് അദ്ദേഹം ആരംഭിച്ചത്. ഒരു അധ്യാപകൻ, അതുപോലെ അക്കാഡമിഷ്യൻ, ഈ മേഖലയിൽ പാരിസ്ഥിതിക ഗവേഷണം നടത്തുന്ന ഒരാൾ, നിരവധി പ്രബന്ധങ്ങൾ പ്രകാശിപ്പിച്ചിട്ടുള്ള ഒരാൾ, ഈ മേഖലയിലുള്ള വളരെ ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരാൾ, MES മമ്പാട് കോളേജിലെ എൻവിയോൺമെൻറ്റ് സ്റ്റഡീസിൻ്റെ അമരത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ അനൂപ് ദാസ് ഈ മേഖലയിൽ വലിയൊരു ആക്ടിവിസ്റ്റ് കൂടിയാണ്. അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ നമ്മളോട് കുറച്ചുകൂടി ആഴത്തിൽ അതിൻ്റെ ഒരു അക്കാദമിക തലം കൂടി ഉൾപ്പെടുത്തി നമ്മളോട് സംവദിക്കാൻ കഴിയും. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. ലോകം തന്നെ ഏറ്റവും അധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നതും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതും ഒരു ആസ്പെക്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് എൻവയോൺമെൻ്റ് ആണെന്ന് തന്നെ നിസ്സംശയമായിട്ട് പറയാം. നമുക്കറിയാം, അങ്ങനെയുള്ളൊരു ഹോട്ട് ടോപ്പിക്ക് ഇങ്ങനെയുള്ള ഇത്രയും വൈബ്രൻ്റ് ആയിട്ടുള്ള, ഇത്രയും ഒരു നിയമനിർമ്മാണ മേഖലയിലേക്കൊക്കെ മുന്നോട്ട് നീങ്ങാൻ കഴിവുള്ള കെൽപ്പുള്ള ആളുകളുടെ മുന്നിൽ ചർച്ച ചെയ്യാനും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടോപ്പിക്ക് നമ്മൾ തിരഞ്ഞെടുത്തതിലും ഈ സംഘാടകരോടും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കേരള സ്റ്റേറ്റ് കമ്മിറ്റിയിലെ എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ പരിസ്ഥിതി ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ വന്ന ഉടനെ തന്നെ ഹരീഷിനോട് പറയായിരുന്നു, കോൺട്രിബ്യൂഷൻ ഓഫ് ഈ പരിസ്ഥിതി പ്രവർത്തകർ, അത് മൊത്തം കേരളം എടുത്ത് നോക്കി കഴിഞ്ഞാൽ 14 ജില്ലയിൽ ഏറ്റവും കൂടുതൽ പരിസ്ഥിതി പ്രവർത്തകർ വന്നിട്ടുള്ളത് ഒന്ന് കണ്ണൂരും കാസർഗോഡും ഒക്കെയാണ് എന്നുള്ളതാണ്. ജോൺസി സാർ അടക്കമുള്ള വലിയ പരിസ്ഥിതി പ്രവർത്തകരുടെ ഒരു വലിയ സ്കൂൾ ഓഫ് തോട്ട് എന്നാണ് അദ്ദേഹമൊക്കെ വരുന്നത്. എന്തായാലും ഇങ്ങനെയൊരു വേദിയിൽ ഇങ്ങനത്തെ ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നതാ 1600 കിലോമീറ്റർ നീളമുള്ള ഒരു പർവ്വത ശൃംഖലയാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് തുടങ്ങി നമ്മുടെ ഗുജറാത്തിൽ അവസാനിക്കുന്ന, കന്യാകുമാരി തുടങ്ങി ഗുജറാത്തിൽ അവസാനിക്കുന്ന 1600 കിലോമീറ്റർ നീളമുള്ള മൗണ്ടൻ ശൃംഖല. ലോകത്തിലെ തന്നെ 36 ഹോട്ട്സ്പോട്ടുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്നാണ് നമ്മൾ പശ്ചിമഘട്ടം എന്നുള്ളത്. ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുമെങ്കിലും പക്ഷേ അതിലൊരു ചെറിയ അപകടം കൂടി ഉണ്ട്. കാരണം ഹോട്ട്സ്പോട്ട് എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിസ്ഥിതി ശോഷണം നടക്കുന്ന ജൈവവൈവിധ്യം നിറഞ്ഞ മേഖല എന്നാണ് അർത്ഥം. അതായത് പരിസ്ഥിതി ഏറ്റവും നല്ല പരിസ്ഥിതി ഉള്ള സ്ഥലം കൊണ്ട് മാത്രമല്ല അതാവുന്നത്, പക്ഷേ പരിസ്ഥിതി ശോഷണം കൂടി നടക്കുന്നുണ്ടെന്നുള്ളതുകൊണ്ടാണ് അത് ആ ഒരു രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. സോ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ വളരെ ഫ്രജൈലായിട്ടുള്ള ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 859 ആളുകൾ ജീവിച്ചിരിക്കുന്ന, നാഷണൽ ആവറേജ് 414 മറ്റാണ്, വളരെ സങ്കീർണമായിട്ടുള്ള സ്ഥലം തന്നെ വളരെ കുറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഈ പരിസ്ഥിതിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒരു സ്ഥലത്ത് പെയ്തു കഴിഞ്ഞാൽ 12 മണിക്കൂർ എടുക്കേണ്ട അത് താഴെ അറബിക്കടലിൽ ചേരുമെന്ന് പറയുന്ന പോലെയുള്ള വളരെ സ്ലോപ്പായിട്ടുള്ള ഈ സ്ഥലത്ത് എന്ത് തരത്തിലുള്ള ചർച്ചകളും ഭയങ്കര വാലിഡാണ്. കാരണം എന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ തീരുമാനിച്ചാൽ മാത്രമേ അടുത്ത ഒരു ലോങ് റണ്ണിലേക്ക് നമുക്ക് കേരളത്തിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കേരളം തന്നെ സംരക്ഷിക്കാനുള്ള ഒരു ആക്ഷൻസൊക്കെ
എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. അതിൽ തന്നെ നമുക്കെന്താ 10,000 ടണ്ണോളം ഒരു ഗരമാനിൽ നിങ്ങൾ ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് കൂടിയാണ് നമ്മൾ. നമുക്കാണെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ലിമിറ്റഡ് ആണ് ബിക്കോസ് ഓഫ് റീസൺസ്. നമ്മുടെ ലാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടാണെങ്കിൽ ഇതും നമുക്ക് ഒരു വലിയ വെല്ലുവിളിയാണ്. വേറെ ഒന്നും നിങ്ങൾ എന്നും രാവിലെ പത്രത്തിലെടുത്ത് നോക്കിയാൽ കഴിഞ്ഞാൽ അറിയാം നമ്മളെ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട്സിൻ്റെ എണ്ണം. ഇന്ന് രാവിലെ കൂടിയും നമ്മളെ അവിടുത്തെ റേഞ്ച് ഓഫീസർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പുലി നമ്മളെ നാട്ടിൽ ആടിനെ കൊന്നിട്ട് അതിൻ്റെ കൂട് വയ്ക്കുന്നതിൻ്റെ പ്രൊസീഡിങ്സ് ചെയ്യാൻ അനൂപ് എപ്പോഴും അവിടെ അവൈലബിൾ ആവുമെന്ന് വെച്ചിട്ട്. അപ്പം ധാരാളമായിട്ട് ഒരു എലഫൻറ്റ് കേസ് എന്ന് പറയുന്നത് പണ്ടൊക്കെ എന്ന് പറയുന്നത് എലഫൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ട് വന്നിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട കേസ് എന്ന് പറയുന്നത് മന്ത്സിൻ്റെ മന്തായിരുന്നു. ഇപ്പോൾ ഒരാഴ്ചയിൽ ഒന്നുപോലെ നമ്മൾ എലഫൻറ്റ് കേസ് അറ്റൻഡ് ചെയ്യേണ്ട ഘട്ടം വരുന്നുണ്ട്. നമ്മൾ നിലമ്പൂരിലെ അല്ലെങ്കിൽ മലയോര മേഖലയിലെ എല്ലാ ആൾക്കാരുടെയും ഒരുപാട് രീതിയിൽ ഈ പറയുന്ന കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ട്. ഈ കോൺഫ്ലിക്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സൊല്യൂഷൻസ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ യുവാക്കൾ എന്നുള്ള നിലയ്ക്ക് നമുക്കൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ എനേബിൾഡ് ആയിട്ടുള്ള ക്യാമറ സിസ്റ്റം, അലാമിക് സിസ്റ്റം, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനെയുള്ളൊരു മേഖല അപ്പുറത്ത് എന്താ പറയുക, നമ്മൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഈ പരിസ്ഥിതി എന്ന് പറയുമ്പോൾ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് എന്താ പറയുക വികസനം എന്നാണെന്നാണ് പറയുക. അതിൽപ്പെട്ട മേജറായിട്ടുള്ള ഒരു വിഷമം കൂടി ഞാൻ പറയുകയാണ്. വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരെയൊക്കെ ശത്രുക്കളെ പോലെയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം അവർ പല സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് ഒന്നുകിൽ അവരെ ഖൊരാവ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ വണ്ടി തടഞ്ഞു വയ്ക്കുക എന്നൊക്കെയുള്ള രീതിയിലുള്ള ഭയങ്കര എന്താ പറയുക സ്റ്റാഫ് ഷോർട്ടേജ് ഉള്ളൊരു ഗ്രൂപ്പ് കൂടിയാണ്. മനസ്സിലാക്കേണ്ടത് നമ്മളുടെ തരത്തിലുള്ള നമ്മുടെ ആക്ടിവിറ്റീസിനുണ്ടായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും എൻക്രോച്ച്മെൻറ്റും അങ്ങനെയുള്ള കുറേ കാരണങ്ങൾ അപ്പുറത്ത് ഇതിനെ കൂടെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം കൂടിയാണ് നമ്മുടെ ഈ ഹ്യൂമൻ എലഫൻറ്റ് കോൺഫ്ലിക്ട്സ് പോലുള്ള സംഭവങ്ങൾ. പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഫ്ലഡിൻ്റെ കാര്യം, നമ്മൾ മഴ പെയ്ത് ഒരു 3 ദിവസം മഴ പെയ്ത് കഴിഞ്ഞാൽ കേരളം ഒലിച്ചില്ലാതെ പോകും എന്നുള്ളത് വാസ്തവമാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ 2 മഹാപ്രളയം കൂടി നമ്മൾക്ക് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ എന്തൊക്കെ മോഡൽസ് കണ്ടുപിടിക്കാമെന്നുള്ളത്. ഇപ്പോൾ ന്യൂ ഓർലിയൻസ് എന്നൊരു സ്ഥലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലാൻഡും അവിടെയുള്ള സീയും ഓൾമോസ്റ്റ് ഒരു ഇഞ്ച് ഗ്യാപ്പിലാണ് നിൽക്കുന്നത്. പക്ഷേ അവിടെ ഒരു തവണ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും അവരെങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ളത് അങ്ങനെയുള്ള പാഠങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുറേ കാര്യങ്ങൾ അങ്ങനെ അതിൽ നിന്നും പഠിക്കാനുണ്ട്. വേറൊരു കേസ് നമ്മൾക്കറിയാം, ഈ ലാൻഡ് സ്ലൈഡിൻ്റെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ വളരെ സിവിയർ ആയിട്ടുള്ള 2-3 ലാൻഡ് സ്ലൈഡുകൾ നമ്മൾ കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡിലെ ഒരു ഗ്രാമം, അവിടെ ലാൻഡ് സ്ലൈഡിൻ്റെ സൂചനകൾ അവിടെ വെച്ചിട്ടുള്ള എർത്ത് സെൻസേഴ്സിൽ നിന്ന് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുകയും ആ ഡിക്റ്റേറ്റ് ചെയ്തിട്ടുള്ള എർത്ത് സെൻസേഴ്സ് കൊടുത്തിട്ടുള്ള വിവരങ്ങളനുസരിച്ച് ആ ഗ്രാമത്തിലെ മുഴുവൻ പേരെയും ഈ ലാൻഡ് സ്ലൈഡിൻ്റെ ഒരു 3 ദിവസം മുമ്പ് അവർ മാറ്റി പാർപ്പിക്കുകയുണ്ടായി. ഞാൻ പോയിട്ടുള്ള സ്ഥലമാണത്. അതുകൊണ്ട് ലാൻഡ് സ്ലൈഡ് വന്നിട്ട് അവിടെ ഒരു പള്ളിയുടെ അറ്റത്ത് വരെ ആ ലാൻഡ് സ്ലൈഡ് മുഴുവൻ വന്ന് നിൽക്കുകയാണ് ചെയ്തത്. അതായത് ആളഭയം ഇല്ലാത്ത രീതിയിൽ. അപ്പോൾ നമുക്കൊന്ന് ആലോചിക്കേണ്ടത്, ഇപ്പം നമുക്ക് റൂർക്കി IIT-യിൽ നിന്നുള്ള ആളുകൾ വന്നിട്ട് നമ്മൾ കേരളത്തിൽ ഇതിൻ്റെ ഒരു പൈലറ്റ് മോഡൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആളുകളോട് നമ്മൾ ആൻസറബിളാണ്. ശരിക്കും നമ്മൾ യുവാക്കൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ സമൂഹത്തിനോട് നമ്മൾ ആൻസറബിളാണ്. നമുക്ക് എന്തൊക്കെ ആൾട്ടർനേറ്റീവ് മെക്കാനിസംസ് ഇതിൽ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നേരത്തെ ഹരീഷ് സൂചിപ്പിച്ച പോലെ നമുക്കിഷ്ടം പോലെ ഫോറസ്റ്റ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വൈൽഡ് ലൈഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മീറ്റിങ്ങിൽ ഒരു സയൻറ്റിസ്റ്റ് പറഞ്ഞതനുസരിച്ച് മിസൂറിയിൽ ഒരു വിശാലമായിട്ടുള്ള ഒരു പ്രൈവറ്റ് ഫോറസ്റ്റ് ഉണ്ടായിരുന്നു അവർക്ക്, 100 ഏക്കറോളമുള്ള ഫോറസ്റ്റ്. ആ പ്രൈവറ്റ് ഫോറസ്റ്റ് ആകെ ഡീഗ്രഡേഷനൊക്കെ ആയിട്ട് അങ്ങനെ ആകെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇവരെ സമീപിക്കുകയും ഇവരിതുപോലെ വാക്കിംഗ്, വേറെ ഒന്നുമില്ല, ഈ കാട്ടിലൂടെ നടക്കാനുള്ള അവസരം ഓരോരുത്തർക്ക് കൊടുക്കുകയും ഓരോ സ്കൂൾ ടീച്ചേഴ്സും സ്കൂൾ സ്റ്റുഡൻസും എല്ലാവരും കൂടി വന്നിട്ട് അവിടെയുള്ളൊരു ഒരു മൂവിങ് എക്കോളജിക്കൽ ലബോറട്ടറി ആയിട്ട് അത് കൺവേർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളൊരു സക്സസ് സ്റ്റോറി ഞാൻ കഴിഞ്ഞ ദിവസം കാണാൻ ഇടയായി. നമുക്കതിന് അതുപോലത്തെ എത്രയൊക്കെ മോഡൽസ് അവൈലബിൾ ആണ്. ഈവൻ നമ്മുടെ പഴയ കോറികൾ വരെ അത് എക്കോസിസ്റ്റം റീജനറേറ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് ഒരു സംശയമില്ല. ഞാൻ 2004 വായിച്ചൊരു പുസ്തകമാണ് മില്ലറുടെ എൻവിറോൺമെൻറ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകം. ആ പുസ്തകത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് 2004 കേരളത്തിനെ കുറിച്ച് 3 പേജ് റൈറ്റപ്പ്. അതൊരു ബ്രിട്ടീഷ് പുസ്തകമാണ്.
കേരളത്തിനെ കുറിച്ചും കേരളത്തിൻ്റെ ഹെൽത്ത് സെക്ടറിലുള്ള കേരളം നടത്തിയിട്ടുള്ള മുന്നേറ്റത്തിനെ കുറിച്ചൊക്കെ 2004 ആ പുസ്തകത്തിൽ അത്രയും പറയണമെങ്കിൽ നമ്മളിരിക്കുന്ന സ്ഥലം അത്ര ചെറുതല്ല. കാരണം അത്രയും വലിയ ഒരു പുസ്തകത്തിൽ അത്രയും വലിയ എന്താ പറയുക, പല യൂണിവേഴ്സിറ്റിയിലും ടെക്സ്റ്റ് ബുക്കായിട്ട് കൊടുക്കുന്നുണ്ട് മില്ലറുടെ എൻവയോൺമെൻറ്റ് എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ കേരളത്തിനെക്കുറിച്ച് സംസാരിക്കാൻ അത്രമാത്രം വിഷയങ്ങൾ അവർക്കുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഇടവും നമ്മളുടെ മൊത്തത്തിലുള്ള ഈ ഒരു പറയുന്ന ഒരു എനർജിയും അല്ലെങ്കിൽ നമ്മളുടെ സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മളെ കേരളക്കാർ അത്ര ചില്ലറക്കാരല്ല എന്നുള്ളത് ആണ് അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇനി നമ്മൾ അടുത്ത സെഷൻസിൽ കൂടുതൽ ചർച്ചകൾ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനമായിട്ടൊരു കാര്യം ഞാൻ ഹരീഷ് പറഞ്ഞതിനോട് അനുബന്ധമായിട്ട് കൂടി പറയാം. അതായത് ഒരു മരത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞല്ലോ ഹരീഷ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു റിസർച്ച് പ്രോഗ്രാം എന്ന് പറയുന്നത് കാട്ടിൻ്റെ ഉള്ളിൽ മരത്തിൽ പെയ്യുന്ന വെള്ളം അത് സംഭരിച്ച് വയ്ക്കുന്ന ചെറിയ ചെറിയ പൊത്തുകളുണ്ടല്ലോ. ഈ ചെറിയ ചെറിയ പൊത്തുകൾ വരെ എക്കോസിസ്റ്റം ആണെന്നുള്ളതാണ് തെളിവ്. നമ്മൾ അതിനെക്കുറിച്ച് വർക്ക് ചെയ്യാൻ നമുക്ക് സ്വിറ്റ്സർലൻഡിലെ കൊളാബറേറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ DST സെർബ് എന്നുള്ള ഒരു ഫണ്ടിങ്ങോടുകൂടി നമ്മളത് റിസർച്ച് ചെയ്യുന്നുണ്ട്. അപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഏകദേശം ഒരു 10ഓളം പുതിയ സ്പീഷീസുകൾ നമ്മൾ കേരളത്തിന് വേണ്ടി സംഭാവന ചെയ്യാൻ പോവുകയാണ് ഈ ഒരു സ്റ്റഡിയോട് മാത്രം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, മരത്തിൽ വെള്ളത്തിൽ കുറച്ച് ചെടിയൊക്കെ അല്ലെങ്കിൽ ഇലയൊക്കെ വീണ് കിടക്കുന്ന വെള്ളത്തിൽ എന്ത് ജൈവവൈവിധ്യം നമ്മൾ ആലോചിച്ചിരുന്നു, ഞാനും ആലോചിച്ചിരുന്നു. പക്ഷേ എന്ന് ആലോചിച്ച് നോക്കൂ, 10ഓളം പുതിയ സ്പീഷീസുകൾ ശാസ്ത്രലോകത്തിന് തരാൻ ചെറിയ മരപ്പൊത്തുകൾക്ക് പറ്റുമെങ്കിൽ കേരളത്തിലെ കാടുകൾക്ക് എത്രമാത്രം അല്ലെങ്കിൽ കേരളത്തിലെ പരിസ്ഥിതിക്ക് എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഉണ്ടാവും എന്നുള്ളതൊന്ന് ചെറിയ ഓർമ്മപ്പെടുത്തലോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു അനൂപ്ജി. നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾ അത് ഭൂമിശാസ്ത്രപരമായ നമ്മുടെ ഘടനയോട് ചേർന്നതാവണം. അതുപോലെ കൂടുതൽ പരിസ്ഥിതി സൗഹൃദമാകേണ്ടതുണ്ട് നമ്മുടെ നാടിൻ്റെ മനസ്സ്. അതിൽ ദീർഘ സ്വഭാവമുള്ള ഇൻ്റർവെൻഷനുകളാണ് നമ്മുടെ നാട്ടിൽ അനിവാര്യമായിട്ടുള്ളത്. ഫോറസ്റ്റ് ഉൾപ്പെടെയുള്ള വെസ്റ്റേൺ ഗട്ട്സ് ഉൾപ്പെടെയുള്ള സാധ്യതകളെ പ്രയോജനപ്പെടുത്തേണ്ടത് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട്. വിദേശങ്ങളിലൊക്കെയുള്ള മാതൃകകൾ അദ്ദേഹം അതിനോട് ചേർത്ത് വെക്കുകയുണ്ടായി. ജൈവ വൈവിധ്യങ്ങളെ സമീപിക്കുന്നതിൽ പോലും നമ്മുടെ സമീപനങ്ങളും രീതികളും മാറേണ്ടതുണ്ട്. മെൻ അനിമൽ കോൺഫ്ലിക്റ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കുറച്ചുകൂടി പ്രായോഗികമായ സമീപനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. വളരെ വ്യത്യസ്തമായ തലത്തിൽ നിന്നുകൊണ്ട് പ്രകൃതിയുടെ ഒരു വലിയ ആശങ്കകളാണ് അദ്ദേഹം നമ്മളോട് പങ്കുവച്ചത്. ഇനി രണ്ടാമതൊരു തവണ കൂടി നമ്മുടെ പാനലിസ്റ്റുകൾ നിങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് സംവദിക്കുകയാണ്. രണ്ടുപേരും പറഞ്ഞ് പങ്കുവെച്ചെടുത്ത് എനിക്ക് തോന്നുന്നു കോമൺലി ഡിനോട്ട് ചെയ്യുന്നൊരു പോയിൻ്റ്, പാരിസ്ഥിതിക ഇൻ്റർവെൻഷനുകൾ സമൂഹം ഏറ്റെടുക്കുന്നിടത്ത് ഏതോ ഒരർത്ഥത്തിൽ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മളും അനുഭവിക്കുന്നൊരു വലിയ പ്രശ്നം. ഇപ്പം നമ്മൾ മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പാരിസ്ഥിതിക ഇടപെടലുകൾ എന്നത് നാട്ടുകാർക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരു വിധാനത്തിലേക്ക് മാറുന്നു. ആരാണോ പരിസ്ഥിതിയെക്കുറിച്ച് സംസാരിക്കുന്ന പോലെ മൂരാച്ചികളാണ്, അല്ലെങ്കിൽ വികസന വിരുദ്ധരാണ്, വളരെ പഴഞ്ചനാണ്, കാലത്തിൻ്റെ വളർച്ചക്കെതിരാണ്. ഇങ്ങനെ ഒരു തെറ്റായ നോഷൻ നമ്മുടെ സമൂഹത്തിലുണ്ട്. രണ്ടുപേരും പാരിസ്ഥിതിക രംഗത്ത് ഇടപെടുന്നവർ എന്ന നിലയിൽ പാരിസ്ഥിതിക രംഗത്തുള്ള പ്രവർത്തിക്കുന്നവരുടെ രീതികളോ അല്ലെങ്കിൽ പാരിസ്ഥിതിക ഇൻ്റർവെൻഷനുകൾ ജനങ്ങളുടെ വിശ്വാസ്യത നേടിയെടുക്കുന്നതിൽ പരാജയപ്പെടുന്നതോ അതുകൂടി അതിൻ്റെ ഭാഗമായിരിക്കില്ലേ? അങ്ങനെയെങ്കിൽ മാനിഫെസ്റ്റോ പാരിസ്ഥിതിക സൗഹൃദമാകണമെന്ന് പറയുന്നത് പോലെ പരിസ്ഥിതി പ്രവർത്തകർ മനുഷ്യ സൗഹൃദമാകേണ്ടുന്ന സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള സാമൂഹികമായ ഇടപെടലുകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ടോ? ഇത് വിദേശത്തൊക്കെ കാണുന്നത് ഭരണനിർവഹണവും മനുഷ്യരും പാരിസ്ഥിതിക ഇടപെടലുകളും എല്ലാം ഒന്നിച്ച ചേർന്ന് പോണത്. ഇവിടെ എല്ലാം വേറെ വേറെ മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇൻ്റഗ്രേറ്റഡായ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നില്ല. അങ്ങനെ ഒരു ഇൻ്റഗ്രേറ്റഡ് പരിസ്ഥിതി പ്രവർത്തകരും ചിന്തകരും ആ മേഖലയിൽ പോരാടുന്നവരും പൊതുമനസ്സും ഭരണനിർവഹണവും ഉൾച്ചേർന്ന് ഡെവലപ്മെൻറ്റിനെ കൊണ്ടുപോകാൻ കേരളത്തിന് എങ്ങനെയാണ് സമീപിക്കാൻ കഴിയുക എന്നത് നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഒന്ന് പറഞ്ഞാൽ അത് മാനിഫെസ്റ്റോയുടെ പ്രായോഗിക തലത്തിന് ഗുണകരമാവുമെന്നുള്ള നിലയിൽ ആ ഒരു വിഷയത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ ഡിസ്കഷനിലേക്ക്. താങ്ക് യു. ഈ റെട്ടറിക്കുകൾ കൊണ്ട് ഇനി കാര്യമില്ല. നമ്മൾ ഈ കാൽപ്പനികമായ പരിസ്ഥിതിവാദം പറയുന്ന സുഗതകുമാരിയൻ എറയിൽ നിന്ന് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഈ വീണപൂവിനെ പറ്റി സാഹിത്യം ഉണ്ടാക്കിയപ്പോൾ വീണ് കിടക്കുന്നൊരു പൂവിനോട് മനുഷ്യർക്ക് തോന്നേണ്ട അനുകമ്പയിൽ നിന്ന് മലയാളിയെ ഈ എമ്പതി എന്ന് പറയുന്ന ഇത് പഠിപ്പിക്കുകയും അവിടുന്ന് പരിസ്ഥിതിയിലേക്ക് കൊണ്ടുവരികയും മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിത കൂട്ടരെ നോക്കുവിൻ അമ്പഴക്കൊമ്പത്തെ കൂട്ടിലെ പൈങ്കിളി മുട്ടയിട്ടു, ഒരു കിളിയുടെ മുട്ട നമ്മൾ അനാവശ്യമായിട്ട് എടുക്കാൻ പാടില്ല, തൊടാൻ പാടില്ല, കല്ലെറിയാൻ പാടില്ല എന്ന് പറയുന്ന തരം എമ്പതിയിൽ നിന്നാണ് മലയാളിയുടെ പാരിസ്ഥിതിക അവബോധം ഉണ്ടായത്.
പക്ഷേ ഇന്ന് അങ്ങനെ ഒരു എമ്പതിക്കൽ പാരിസ്ഥിതിക അവബോധത്തിൽ നിന്ന് നമ്മൾ അതിനെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പരിസ്ഥിതി ബോധത്തിലേക്ക് വളർത്തേണ്ട ഒരു ട്രാൻസിഷണൽ പീരീഡിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഈ യൂത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇതിനെ ട്രാൻസിഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ അങ്ങനെയുള്ളൊരു ഫോക്കസിൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്തായിരിക്കണം നമ്മുടെ പ്രായോഗിക സമീപനം? നദികളെ സംരക്ഷിക്കും, കായലുകളെ സംരക്ഷിക്കും, കാടിനെ സംരക്ഷിക്കും എന്നൊക്കെ പറയുന്ന ജനറൽ റെട്രിക്കുകളോ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളോ അത് പച്ച കള്ളമോ അല്ലെങ്കിൽ പച്ച നുണയോ ആയിട്ടാണ് ഞാൻ ടേക്കപ്പ് ചെയ്യാറ്. കാരണം അതൊന്നും സംരക്ഷിക്കില്ല എന്ന് പറയാൻ ഇനി ഒരു ഗവൺമെൻറ്റിനും പറ്റില്ല, നമുക്കും പറ്റില്ല. എങ്ങനെയാണിത് സംരക്ഷിക്കുക? കേരളത്തിൽ 41 വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഉണ്ട്. ഈ 41 വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഉണ്ടാവണമെങ്കിൽ ആയിരക്കണക്കിന് ചെറിയ റിവിലറ്റുകൾ, ചെറിയ നദികൾ, ചെറിയ തോടുകൾ, ചെറിയ അരുവികളൊക്കെ വെസ്റ്റേൺ ഗാട്സിൽ നിന്ന് ഉണ്ടായി വരണം. കേരളത്തിലെ ഏതെങ്കിലും റവന്യൂ റെക്കോർഡ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും താലൂക്ക് ഓഫീസിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടുന്ന റെക്കോർഡ്സിനകത്ത് എവിടെയെങ്കിലും നിങ്ങൾ ഈ നദികൾ വരച്ച് ചേർത്തതായി കണ്ടിട്ടുണ്ടോ? അതിനൊരു നിശ്ചിത വലിപ്പമോ നിശ്ചിത വ്യാപ്തിയോ അത് കൈകാര്യം ചെയ്യുന്ന വെള്ളം നിശ്ചിത അളവിലോ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് നദിയായി നമ്മൾ അംഗീകരിക്കുന്നുള്ളൂ. നമ്മളൊക്കെ 18 വയസ്സ് കഴിയുമ്പോഴാണ് നമ്മൾ പൗരനായിട്ട് അംഗീകരിക്കുക. അതുവരെ നമ്മൾ പൗരനല്ല, ചെറിയ കുട്ടിയാണ്, നമുക്ക് ഐഡൻറ്റിറ്റി ഇല്ല എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ ആയിരക്കണക്കിന് ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ സ്ട്രീംസ് എന്ന് പറയുന്നത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പൈസ ഉണ്ടെങ്കിൽ ഈ പറയുന്ന പ്രദേശത്ത് പോയി ഒരു സ്ഥലം വാങ്ങിക്കുകയും അവിടുന്ന് ഒഴുകുന്ന വെള്ളം തടഞ്ഞു നിർത്തുകയും അത് മൂടുകയും എനിക്ക് വേണമെങ്കിൽ ഒരു നിർമ്മാണം നടത്തുകയും ചെയ്യാം. എന്തു സംഭവിക്കും? അടുത്ത മഴക്കാലത്തും നമ്മൾ ഇതിനെ ട്രാൻസ്ഫോർമേഷൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ആ വെള്ളം ഒഴുകി വന്ന വഴി ഏതാണ്ട് കോടിക്കണക്കിന് വർഷം കൊണ്ടുണ്ടായതാണ്. മനുഷ്യർ ഈ പ്രദേശത്ത് ജീവിക്കാൻ തുടങ്ങിയതിൻ്റെയും ലക്ഷക്കണക്കിന് വർഷം മുമ്പാണ് നമ്മൾ ഈ കാണുന്ന മുഴുവൻ വെള്ളച്ചാലുകളും ഉണ്ടായത്. എങ്ങനെ? ഈ ചരിവ് അടിസ്ഥാനപ്പെടുത്തി അവിടെ പെയ്ത മഴകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായി വന്ന വെള്ളത്തിൻ്റെ ചാലാണ്. ഈ ചാല് നമ്മൾ അടച്ചു വെച്ചാൽ അടുത്ത വർഷം അതേ സ്ഥലത്ത് അതേ മഴ പെയ്യുകയും ഇത് പോകാനുള്ള വഴി സ്വയമേവ കണ്ടുപിടിക്കുകയും നമ്മൾ പണിത കെട്ടിടമോ മതിലോ പൊളിച്ചുകൊണ്ട് ഇത് അടുത്ത പറമ്പിലേക്ക് പോയി താഴോട്ട് വരികയും ചെയ്യും. ഈ ഫസ്റ്റ് ഓർഡർ റിവേഴ്സിനെയും സെക്കൻഡ് ഓർഡർ റിവേഴ്സിനെയും 1800കളിലും 1900ലും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടത്തിയ ഗ്രേറ്റ് സർവേ, ആ സർവേ റെക്കോർഡ്സിൽ മാപ്പ് ചെയ്തിട്ടുള്ള ഈ മുഴുവൻ റിവേഴ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് സാറ്റലൈറ്റ് മാപ്പിംഗ് ചെയ്യാൻ യൂത്ത് ലീഗ് പോലൊരു പ്രസ്ഥാനം അല്ലെങ്കിൽ കേരളത്തിലെ യുവാക്കളുടെ പ്രസ്ഥാനം ഈ ടെക്നോളജി ഉപയോഗിച്ച് ഇതുപോലൊരു സെഷൻ ഒരു ഹോൾ ഡേ സെഷൻ തീരുമാനിച്ച് അതിൻ്റെ ആപ്ലിക്കേഷൻസ് ട്രെയിനിങ് കൊടുത്തിട്ട് തീരുമാനിച്ചാൽ കേരളത്തിൽ മിനിമം 5 ജില്ലകളിലെങ്കിലും ഇത് ചെയ്യാൻ നമുക്ക് 1 മാസം മതി. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ആ ഗൂഗിൾ ലെൻസ് ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു. കേരളത്തിൽ ഹൈ എൻഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ കഴിയുന്ന അഗ്രികൾച്ചറൽ പ്ലാന്റ്സ് അല്ലെങ്കിൽ പിന്നെ ആയുർവേദിക് മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇത് നമ്മുടെ പരിസരത്ത് എത്ര സ്ഥലത്ത് ഇത് വളരാനുള്ള സാഹചര്യമായിട്ടുള്ള മണ്ണുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ തീരുമാനിച്ച 1 മാസത്തെ ക്യാമ്പയിൻ ഉണ്ടെങ്കിൽ കേരളത്തിൽ ഏതൊക്കെ പറമ്പിലാണ് ഏതൊക്കെ പ്രദേശത്താണ് ഇതിനുള്ള സാധ്യതയുള്ള മണ്ണുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ നമുക്കൊരു കൃഷിശാസ്ത്രജ്ഞൻ്റെയോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള അങ്ങേയറ്റത്തെ ശാസ്ത്ര സമൂഹത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് ഈ ടെക്നോളജി മുഴുവൻ നമ്മുടെ അവൈലബിളാണ്. നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പക്ഷികൾ, ഏതൊക്കെ ലോകരാജ്യങ്ങളിൽ നിന്ന് ഏതൊക്കെ പക്ഷികളാണ് ഈ നാട്ടിൽ പറന്നു വന്ന് ഒരു സീസൺ കഴിഞ്ഞ് തിരിച്ചു പോകുന്നത്. ഈ പക്ഷികളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മുടെ ഈ ഫോൺ ഉപയോഗിച്ച് ഇബേർഡ്സ് പോലെയുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പം സാധിക്കും. ഇത്തരം സംഗതികൾ നമ്മളുടെ മെയിൻ സ്ട്രീം ടൂറിസത്തിൻ്റെയോ മെയിൻ സ്ട്രീം വികസനത്തിൻ്റെയോ ഭാഗമാക്കാൻ യൂത്ത് വിചാരിച്ചാൽ ഇതിനൊരു പാഷൻ, ഇതിനാകെ ഞാൻ കാണുന്നത് ഇതിൻ്റെ ഒരു മിസ്സിംഗ് ലിങ്ക് എന്ന് പറയുന്നത് നമുക്ക് അതിനോട് താല്പര്യമില്ല എന്ന് മാത്രമാണ്, അഥവാ നമ്മൾ അതിനോട് എക്സ്പോസ്ഡ് അല്ല എന്നുള്ള കാര്യം മാത്രമാണ്. അപ്പോൾ ഇത്രയും ടെക്നോളജി അവൈലബിൾ ആയിട്ടുള്ള ഇത്രയും ഇതായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ ഉബർ വിളിക്കാൻ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത്തരത്തിൽ ആപ്പ് ബേസ്ഡ് ആയിട്ട് നമ്മൾ ഈ റിസോഴ്സസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിലേക്ക്, അതായത് നമ്മൾ നാളെ ഒരു പരാതി കൊടുത്താൽ ഒരു കളക്ടർ അയാളുടെ കമ്പ്യൂട്ടറിൽ നോക്കിയാൽ എവിടെയൊക്കെയാണ് എന്തൊക്കെ റിസോഴ്സസ് ആണ് അവൈലബിൾ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ജില്ലാ കളക്ടർമാരെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പടി. ഓരോ ജില്ലയുടെയും ഇത്തരം റിസോഴ്സസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ആർട്ടിക്കിൾ 243ZD പറയുന്നത് പോലെയുള്ള ഒരു ജില്ലാ ഡെവലപ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കി ആ ജില്ലാ ഡെവലപ്മെൻറ്റ് പ്ലാനുകൾ പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റി തലത്തിലും ചർച്ച ചെയ്ത് ആ ഡ്രാഫ്റ്റ് പ്ലാൻ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അതിന് വികസന അംഗീകാരം ജനപ്രതിനിധികളിൽ നിന്ന് മേടിച്ചെടുക്കുന്ന ഈ പ്രോസസ്സിനകത്ത് ഇപ്പം നടക്കുന്നത് പരിസ്ഥിതിയോട് കംപ്ലീറ്റ് ആയിട്ട് നെഗേറ്റ് ചെയ്യുന്ന പാലങ്ങളുടെയും റോഡുകളുടെയും ഈ MP ഫണ്ടുകളുടെയും MLA ഫണ്ടുകളുടെയും വിനിയോഗം മാത്രമാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ റിസോഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിനെ പറ്റിയും അത്തരം ഒരു വിഷനെ പറ്റിയും നമ്മുടെ ജില്ലാ ഡെവലപ്മെൻറ്റ് പ്ലാനുകളിൽ ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഈ കാര്യത്തിലുള്ള സജഷൻ എന്ന് പറയുന്നത് നമ്മൾ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ലോകത്തൊരു സമൂഹത്തിലും, ഞാൻ യൂറോപ്പിൽ എക്സ്റ്റെൻസീവായിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട്,
അമേരിക്കയിൽ മിനിമം ഒരു 6-7 സ്റ്റേറ്റുകളിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്നും നമുക്ക് കണ്ടെത്താൻ പറ്റാത്തൊരു ബേസ്ഡ് ആയിട്ടുള്ള മൊബൈൽ ബേസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു യൂത്താണ് കേരളത്തിലുള്ളത്. നിങ്ങൾക്ക് കേരളത്തിലെ ഏത് വില്ലേജിലെയും റൂറൽ വില്ലേജിലെയും പഞ്ചായത്തിലെയും വാർഡിലെയും ഒരു താമസക്കാരനിലേക്ക് നമുക്കിപ്പോൾ എത്തണമെങ്കിൽ അല്ലേ, ഇവിടുന്ന് നിങ്ങളുടെ ലീഡർഷിപ്പ് ഒരു കോൾ വിളിച്ചാൽ അവിടുത്തെ വാർഡ് മെമ്പർ ആരാന്ന് കണ്ടുപിടിക്കാം. 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ആ വാർഡിലെ ഏത് വീട്ടിലാണ് എത്തേണ്ടതെന്ന് കണ്ടുപിടിക്കാം. അവർക്ക് എത്ര സ്ഥലമുണ്ടെന്ന് അവരോട് ചോദിച്ചാൽ പറഞ്ഞു തരും. അത്രയും ഡാറ്റാബേസ് നമുക്ക് കൈകാര്യം ചെയ്യാനുള്ളൊരു ശക്തി കേരളത്തിനുണ്ട്. നമ്മൾ പ്രളയകാലത്ത് അത് തെളിയിച്ചതാണ്. ഈ ടെക്നോളജിയെ നമ്മൾ ഇത്തരം വെൽത്ത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനും അതിനെ വൈസായിട്ട് ഉപയോഗിക്കുന്നതിനുമുള്ള ഒരു സോഴ്സായി ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലാൻഡ് സ്ലൈഡ് ആയാലും ഫ്ലഡ് ആയാലും നമ്മൾ ഇനി നേരിടാൻ പോകുന്ന മറ്റ് ക്ലൈമറ്റിക് തിരിച്ചടികളായാലും ഇത് ഏത് സ്ഥലത്ത് എത്ര അളവിലാണ് ബാധിക്കാൻ പോകുന്നത് എന്ന് നമ്മൾക്ക് ടെക്നോളജി ബേസ്ഡ് ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അത്തരം സ്ഥലങ്ങളിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതിരിക്കുക. ഇപ്പോൾ ഹൈക്കോടതി നിൽക്കുന്ന പ്രദേശം, അവിടെ കൂടുതൽ നിർമ്മാണത്തിന് പൈസ മുടക്കിയാൽ നഷ്ടമാണ്. കാരണം അടുത്ത 20-25 കൊല്ലത്തിനുള്ളിൽ അത് കടലെടുത്ത് പോകുന്ന പ്രദേശമാണ്. ഞാൻ താമസിക്കുന്ന പ്രദേശം കൊച്ചിയിൽ. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഈ വെള്ളം ഇങ്ങനെ പൊങ്ങി കടലെടുത്ത് പോവുകയാണ്. നല്ല എൻവയോൺമെൻറ്റ് പഠിക്കുന്ന ആളുകൾക്കറിയാം, അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ച ആളുകൾക്കറിയാം, 1 ഡിഗ്രി ക്ലൈമറ്റ് ചേഞ്ചിനുണ്ടാകുന്ന വ്യത്യാസം 1000കണക്കിന് പുതിയ വൈറസുകളെയാണ് സൃഷ്ടിക്കുന്നത്. ഇതുണ്ടാക്കുന്ന രോഗത്തെപ്പറ്റി നമുക്കൊരു പിടിയുമില്ല. എന്ന് പറയുന്നത് പോലെ 1 ഡിഗ്രി ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാക്കുന്ന വ്യത്യാസം, വെള്ളത്തിൻ്റെ റൈസിൽ ഉണ്ടാകുന്ന വ്യത്യാസം, നമ്മളുടെ എല്ലാവരുടെയും ഫ്ലാറ്റുകളിൽ നിന്നോ വീടുകളിൽ നിന്നോ കെട്ടിടങ്ങളിൽ നിന്നോ പുറത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിൻ്റെ പാതയ്ക്ക് മുകളിലായിട്ട് ഈ വെള്ളം വന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് വെള്ളം ഒഴുകാതിരിക്കുകയും നമ്മളുടെ കക്കൂസ് മാലിന്യം നമ്മളിൽ തന്നെ കിടക്കുകയും ചെയ്യും. അങ്ങനെ ആ കെട്ടിടങ്ങൾ നമ്മൾ ഉപയോഗശൂന്യമായി കളയേണ്ടി വരും. കേരളത്തിൻ്റെ കോസ്റ്റൽ ഏരിയയിൽ അത്തരം സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ ഒരു പടി അകത്തേക്ക് മാറി ഡെവലപ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ എത്ര വേണമെങ്കിലും ഉദാഹരണം നമുക്ക് പറയാം. സമയപരിധി കൊണ്ട് അങ്ങനെ പോകുന്നില്ല. അഡ്മിനിസ്ട്രേഷനെ നമ്മൾ റിസോഴ്സ് ബേസ്ഡ് ആയിട്ടും എൻവയോൺമെൻറ്റ് ബേസ്ഡ് ആയിട്ടും ചെയ്യുകയാണെങ്കിൽ പോസ്റ്റ് ഡിസാസ്റ്റർ റിസ്ക് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഡിസാസ്റ്ററിന് ശേഷം ഉണ്ടാകുന്ന നാശം എന്ന് പറയുന്നത് വളരെ കുറയ്ക്കാൻ കഴിയും. വളരെ നല്ല ആശയങ്ങൾ. പ്രാഥമികമായിട്ട് ഞാൻ പറയുന്നത്, നമ്മളെല്ലാവരും കവിതയിൽ തുടങ്ങിയല്ലോ, നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് സെൻസിറ്റീവായിട്ട് കാണുന്നൊരു കാര്യമുണ്ട്, ഭൂമിക്ക് നോവുന്നു അല്ല, ഭൂമിക്ക് ഭയങ്കരമായിട്ട് നോവും, അതുകൊണ്ട് പതുക്കെ ചെയ്യണം എന്നൊക്കെയുള്ള. പക്ഷേ നമ്മളൊന്ന് സെലസ്റ്റിയൽ ഒബ്ജക്ട്സിനെയൊക്കെ ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഭൂമി എന്ന് പറയുന്നത് ഒരു വലിയ എന്താ പറയുക, വിശാലമായ സൗരയൂഥത്തിൻ്റെ ഭാഗത്തിൽ ചെറിയ പൊട്ടുമാരി കിടക്കുന്നൊരു സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ശരിക്കും നോവുന്നത് മനുഷ്യനാണ്, ഭൂമിക്കല്ല. അതായത് ഒരു ചെറിയ ആക്ഷൻസ് ഭൂമിക്ക് എതിരെ ചെയ്യുന്നാലും ഭൂമി എന്ന് പറയുന്നത് സർവൈവ് ചെയ്തോളൂ. ഭൂമിനെ അങ്ങനെ പൊട്ടിക്കാനും തകർക്കാനും നമുക്ക് പറ്റില്ല. ആകെ പറ്റുന്ന കുറച്ച് മേലെയുള്ള സൂപ്പർഫിഷ്യൽ തൊലിപ്പുറത്തുള്ള കുറച്ച് ഇമ്പാക്ട്സ് അല്ലാതെ. പക്ഷേ ആ ഇമ്പാക്റ്റ് നമ്മളിലേക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതൊരു വലിയൊരു ഒരു കാര്യമായിട്ട് നമ്മൾ കാണേണ്ടത്. ഒന്നാമത് നമ്മൾ കേരളത്തിൽ ഡാറ്റ ഡെഫിഷ്യൻ്റാണ്. ഒരു സാധനത്തിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കേരളത്തിൻ്റെ മഴ മാപിനികളുടെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു നാഷണൽ ആവറേജ് അല്ല കമ്പയർ ചെയ്യുന്നത്, ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ഒരു റിസർച്ച് പബ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള സാധനം വരെ നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ആകെ നമുക്കുള്ളത് നിലമ്പൂരിലുള്ള KFRAയിലൊരു മഴ മാപിനി ഉണ്ട്. അതായത് കൃത്യമായിട്ട് ഈ മഴ അളക്കാൻ സയൻറ്റിഫിക്കായിട്ടുള്ള ഒരു ഉപകരണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ കാഴ്ച കുറച്ചുകൂടി വിശാലമായി കണ്ടു കഴിഞ്ഞാൽ, അതായത് ഇത്രയധികം ഫ്ലഡ് പ്രോൺ ആയിട്ടുള്ള ഏരിയ, അല്ലെങ്കിൽ നിലമ്പൂരൊക്കെ ഒരുപാട് തവണ ഫ്ലഡ് അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെയുള്ള ഡാറ്റ കൂട്ടാനോ അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യാനോ ഉള്ള സാങ്കേതിക വിദ്യകൾ സ്പ്രെഡ് ചെയ്യണം എന്നുള്ളതാണ് ഒരു ടേക്ക് ഹോം മെസ്സേജ് എനിക്കുള്ളത്. രണ്ടാമത്തെ കാര്യം ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ സൂചിപ്പിക്കാം. നമ്മൾ വാട്ടർ വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് പേപ്പർ, ഇപ്പോൾ നമ്മളെല്ലാവരും പഞ്ചായത്തിനൊക്കെ ഭാരവാഹികളാണെന്ന് അറിയാം. എൻ്റെ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ചാലിയാർ പുഴ എവിടുന്ന വരുന്നത്, നമ്മളെ വഴിക്കടവിൽ നിന്ന് ഒഴുകി ഇടവണ്ണ എത്തുന്നു, ഇടവണ്ണയിൽ നിന്ന് ഇവിടെ വരെ വരുന്നു, നമ്മളെ കോഴിക്കോട് വരുന്നു. ഇതിനിടയ്ക്കുള്ള ദൂരത്തിൽ എത്രയോ പഞ്ചായത്തുകൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തം എന്താ വെച്ചാൽ, അവിടെ ആ പഞ്ചായത്തിൻ്റെ ബൗണ്ടറി അവസാനിക്കുന്നിടത്ത് നമുക്കൊരു സ്റ്റേഷൻ വയ്ക്കാം. അതിൽ ഇത്ര മാലിന്യങ്ങളാണ് അല്ലെങ്കിൽ ഇത്ര PPM ആണ് ഞങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾ ഈ വെള്ളം ക്യാരി ചെയ്യുന്നത് ഇന്ന ദിവസങ്ങളിൽ എന്നിട്ട് പറഞ്ഞിട്ട് നിങ്ങളൊരു വാട്ടർ വൈറ്റ് പേപ്പർ നിങ്ങൾ ആ പഞ്ചായത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം ആദ്യമായിട്ട് വഴിക്കടവ് പഞ്ചായത്ത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് 20 എന്നാണെന്നുള്ളതൊക്കെ PPM എന്നാകട്ടെ. അടുത്തത് വഴിക്കടവ് നിന്ന് നേരെ എടക്കരയ്ക്ക് പോകുന്നു. എടക്കരയിലെ ഒരുപാട് ആൾക്കാർ ഈ റിവർ പല രീതിയിൽ ഉപയോഗിക്കുന്നു. ഒന്ന് ഇറിഗേഷൻ ഉപയോഗിക്കുന്നു, മറ്റ് പല വേസ്റ്റ് അതിലേക്ക് വരുന്നുണ്ട്. എടക്കര കഴിയുന്ന സമയത്ത് അവർ വാട്ടർ വൈറ്റ് പേപ്പറിൽ എഴുതി വെക്കട്ടെ,
20 എന്നുള്ളത് മാറിയിട്ട് ചിലപ്പോൾ 30 ആയിരിക്കാം. അങ്ങനെയുള്ള ഓരോ പഞ്ചായത്തുകളിൽ നിന്നും ഈ വാട്ടർ വൈറ്റ് പേപ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്നതോടുകൂടി ആ റിവർ ഏറ്റവും നന്നായിട്ട് അടുത്തൊരു പഞ്ചായത്തിലേക്ക് കടത്തി വിടാനുള്ള ഉത്തരവാദിത്തം ആര് ഏറ്റെടുക്കണം? ആ പഞ്ചായത്ത് ഏറ്റെടുക്കുന്നു. അങ്ങനെയുള്ളൊരു പ്രൊജക്റ്റ് നമ്മൾ എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? നമ്മൾ ഇതിന് സ്ട്രൈഡ് എന്ന് പറഞ്ഞിട്ട് UGCൻ്റെ ഒരു പ്രൊജക്റ്റ് കൊടുത്ത് ഫൈനൽ വരെ പോയിട്ടുള്ളതായിരുന്നു 2.5 crores. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ നമ്മൾ അക്കൗണ്ടബിൾ ആയാൽ മാത്രമേ നാളെ ഇനി നമുക്ക് ഒരു നല്ലൊരു ആൻസർ എന്തിനു വേണ്ടി കിട്ടുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ടെമ്പറേച്ചർ റൈസിനെ കുറിച്ച് സൂചിപ്പിച്ചു. 1 degree റൈസ് ഉണ്ടായിക്കഴിഞ്ഞാലുള്ള ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഡ്രോട്ടായിട്ടും അല്ലെങ്കിൽ റെയിൻഫാൾ എക്സസ് ആയിട്ട് ഉള്ള ഫ്ലഡായിട്ടും ഒക്കെ വരുന്നുണ്ട്. അതോടുകൂടി തന്നെ സയൻറ്റിഫിക്കായിട്ട് വേറൊരു ചെറിയൊരു ഇമ്പാക്റ്റും കൂടി ഞാൻ പറഞ്ഞുതരാം. 1 degree ടെമ്പറേച്ചർ റൈസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന കൊതുകില്ലേ, ഈ കൊതുകിൻ്റെ ഒരു സൈക്കിൾ കൂടി കൂടും. കൊതുകിൻ്റെ ഒരു സൈക്കിൾ കൂടി കൂടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കൊതുക് അതിൻ്റെ ജീവിതചക്രം ഒരു 20 ദിവസമാണെന്നിരിക്കട്ടെ, അത് മുട്ട വിരിഞ്ഞ് വരാനുള്ള സമയം. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ ദിവസങ്ങളുടെ എണ്ണം കുറഞ്ഞു വരും. 20 ദിവസം എന്നുള്ളത് 16 ദിവസമായിട്ട് കുറയും. 16 ദിവസമായി കഴിഞ്ഞാൽ പണ്ട് നിങ്ങൾ എയർടെല്ലിൻ്റെ മൊബൈൽ 28 ദിവസമായിട്ട് കുറച്ച് ഓർക്കുണ്ടോ? അതിൽ നിന്ന് ആർക്കാ നഷ്ടം പറ്റിയതറിയോ? നമുക്കാ നഷ്ടം പറ്റി. 13 മാസത്തെ വരിസംഖ്യ നമ്മൾ കൊടുക്കേണ്ടി വരികയാണ്. 28 ദിവസം എന്നുള്ള ആക്കി 2 ദിവസം ഓരോ 12 മാസത്തിന് എടുത്തപ്പോഴത്തേക്ക് എന്തായി, പിന്നെ 31 കൂടി കൂട്ടിയിട്ട് 13 മാസം നമ്മൾ കൊടുക്കേണ്ട അവസ്ഥ വന്നു. സെയിം സ്ട്രാറ്റജി ഇവിടെ അപ്ലൈ ചെയ്യാം. അതായത് 1 degree സെൽഷ്യസ് കൂടുമ്പോൾ ടെമ്പറേച്ചറിൻ്റെ ഇൻക്രീസ് വരുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയ ഉദാഹരണമാണ് ഞാൻ കൊതുക് പറഞ്ഞത്. കൊതുകിൻ്റെ സൈക്കിൾ കൂടുന്നു, അതായത് 5 സൈക്കിൾ എന്നുള്ള 6 സൈക്കിളാവും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മളെ കൃഷിയിടങ്ങളിൽ എത്രമാത്രം പെസ്റ്റിസൈഡ് നമ്മൾ തളിക്കുന്നുണ്ട്. ആ കൃഷിയിടങ്ങളിൽ വരുന്നുള്ള ഓരോ ഇൻസെക്റ്റുകളും ഇതേമാതിരി തന്നെ എക്സസ് ആവാൻ പോവുകയാണ്. ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ റേറ്റ്സ് കൂടുമ്പോൾ പരിസ്ഥിതിക്കുള്ള ആഘാതം എന്ന് പറയുന്നത് അതിനേക്കാളും വലുതാണെന്നുള്ളതാണ് വാസ്തവം.